ആകെ നിൽക്കുന്ന 2.5 മണിക്കൂറല്ലേ നമ്മളുടെ പ്രാരാബ്ദവും ദുഃഖവും സങ്കടമൊക്കെ എന്തിനാണ് ഓഡിയൻസിനെ കാണിക്കുന്നത്? നമ്മുടെ ചിരിച്ച മുഖം കാണാനാണ് അവർ വരുന്നത്. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് നമ്മൾ പെണ്ണിനെ കണ്ട് ഭയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. പ്രിയപ്പെട്ട മണിച്ചേട്ടനോടൊപ്പം ആണ് ആ ഒരു സീൻ ചെയ്തത്. തിരിച്ചറിയപ്പെടുക എന്നുള്ളതാണ് കലാകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ESP എന്ന് പറയുന്ന ഈ ഒരു മീഡിയയിലൂടെ എൻ്റെ ശബ്ദമല്ലല്ലോ, എന്നെ കാണുകയും കൂടി ചെയ്യില്ല. അപ്പോൾ കാണാനും കൂടി ഉള്ളതാണ് മീഡിയ, ഇപ്പോഴത്തെ വിഷ്വൽ മീഡിയ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയത് നസീഫാണ്. ESP മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. ഈ വലിയ പെരുന്നാളിന് നമ്മുടെ അതിഥിയെ എത്തിയിരിക്കുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു ഗായകനാണ്, നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്, നല്ലൊരു ഗാനരചയിതാവാണ്, നല്ലൊരു ആക്ടറാണ്. എന്താ പറയുക, എല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട OU ബഷീർ. ബഷീർക്ക, ഈദ് മുബാറക്. ഈദ് മുബാറക്. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. എന്താണെങ്കിലും ESP മീഡിയയുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ബഷീർക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്താണെങ്കിലും ഈ പെരുന്നാളിന് ബഷീർക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. കാരണം മാപ്പിളപ്പാട്ടിൻ്റെ ഒരു തനതായ മാപ്പിളപ്പാട്ടിലൂടെയാണ് കടന്നു വന്നത് ബഷീർക്ക്, അല്ലേ? എങ്ങനെയാണ് ഈ പെരുന്നാൾ എങ്ങനെ ആഘോഷിക്കണമെന്ന് പറഞ്ഞേ? പെരുന്നാൾ പതിവ് പോലെ നാട്ടിൽ ആണ് പ്രോഗ്രാംസൊക്കെ. പിന്നെ പഴയ പോലെ ഒരു പ്രോഗ്രാംസിൻ്റെ ഒരു തിരതള്ളലൊന്നുമില്ല. ഇപ്പോൾ വളരെ ഫിൽറ്റേഡ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ് കൂടുതൽ നടക്കുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ മാപ്പിളപ്പാട്ട് പോലുള്ള ഒരു കലാരൂപത്തെ നെഞ്ചിലേറ്റുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഉള്ള കുറച്ച് കലാകാരന്മാർ കൂടുതൽ നല്ല നല്ല പരിപാടികളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു സന്തോഷം. ഈ തനത് മാപ്പിളപ്പാട്ട് പാടുന്ന ഒരാളായിരുന്നില്ല ഞാൻ, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. എൻ്റെ വീട് പറവൂർ കിടാമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാപ്പിളപ്പാട്ടിൻ്റെ സാധ്യത വളരെ കുറവുള്ളൊരു സ്ഥലമാണ്. ഒരു ടിപ്പിക്കൽ മാപ്പിളപ്പാട്ടുകൾ മാത്രം പാടുന്ന ഒരു ഏരിയയിൽ നിന്നല്ല ഞാൻ വരുന്നത്. എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ ഒരു സംസ്കൃത പമഗിരി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആകെ ചുറ്റിലകം, അല്ലെങ്കിൽ കരയാനും പറയാനും, ഇത്രയേ ഉള്ളൂ. പിന്നെ അത് കൈരളി TV പോലുള്ള ഒരു വലിയ മാധ്യമത്തിലേക്ക് ചെന്നപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ സാധ്യതകൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ കുറച്ച് നാൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു. ആ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. തന്നെ അതായത് മാപ്പിളപ്പാട്ടിൻ്റെ എല്ലാ മേഖലയിലേക്കൊന്നും എനിക്ക് കടന്നു വരാൻ പറ്റിയിട്ടില്ല. ഉള്ളത് പാടുന്നു. പ്രേക്ഷകരുടെ ഇടയിലേക്ക് കടന്നു വന്നത് ഒരു മാപ്പിളപ്പാട്ടിലൂടെയാണ്. അതും പട്ടുറുമാൽ എന്ന് പറയുന്ന കൈരളി ചാനലിലൂടെയാണ്. അതൊരു തനതായ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു സ്ഥിരതയിലൂടെയാണ് വന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണെങ്കിലും മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് പെരുന്നാൾ ദിനങ്ങളിലൊന്നും ബഷീർക്ക നാട്ടിലുണ്ടാവാറില്ല. എല്ലാം ഗൾഫ് രാജ്യങ്ങളിലാണ് സാധാരണ ഉണ്ടാവാറുള്ളത് എല്ലാം. എന്താണെങ്കിലും പെരുന്നാൾ ദിനമാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ബഷീർക്കായിൽ നിന്നും നല്ലൊരു മധുരമായ ഒരു ഗാനമായിരിക്കും. ഇത് ബലിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്നൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടുണ്ട്, വളരെ പോപ്പുലറാണത്. ആ പാട്ടിൻ്റെ 2 വരി പാടാൻ. മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ലാക്കിനാവ് കാട്ടി മകനാ കുരുന്നിസ്മായിലിനെ അറുക്കും മട്ടിൽ ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി ഒരു നാൾ ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. അടിപൊളി. അതാണ് പെരുന്നാളിന് ആദ്യത്തെ പാട്ട്. ബലിപ്പെരുന്നാളിൻ്റെ ആ ത്യാഗത്തിൻ്റെ എല്ലാ സ്മരണയും നിലനിർത്തുന്ന ഒരു പാട്ടാണ്. പടച്ചവനിലേക്കുള്ള അല്ല ദൈവത്തിലേക്കുള്ള അചഞ്ചലമായ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരിണിത ഫലമായിട്ട് മകനായ ഇസ്മായിലിനെ ബലിയെറുക്കാൻ ദൈവം കൽപ്പിച്ചത് അതേപടി നടപ്പിലാക്കിയ ഇബ്രാഹിം നബിയുടെ ത്യാഗപൂർണമായിട്ടുള്ള ആ കാര്യങ്ങളെ ഓർത്തുകൊണ്ടാണ് ബലിപ്പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പാട്ടാണ്. അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബഷീർക്കാർക്ക് ബലിപെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ഓർമ്മ വന്ന സന്തോഷം തോന്നുന്ന ഒരു പെരുന്നാൾ ഏതായിരിക്കും? ബലിപ്പെരുന്നാൾ ഒന്നാമത് പുതിയ ഡ്രസ്സുകൾ കിട്ടും, അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ കൂട്ടുകാർ, ഫാമിലി മെമ്പേഴ്സ് ഇവരെല്ലാവരും തമ്മിൽ ഒരുമിച്ച് കൂടുക, ചെറുപ്പത്തിൻ്റെ ചില ഓർമ്മകളാണ് കേട്ടോ. എനിക്ക് ബലിപ്പെരുന്നാളിൻ്റെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കൂടി എത്തുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു പ്രാദേശിക ചാനലിൽ
ഒരു പ്രോഗ്രാം നാട്ടിൽ, ആ പേര് പറയാമല്ലോ, LG വിഷൻ എന്നാണ് ആ ചാനലിൻ്റെ പേര്. അവിടുത്തെ സ്ഥിരം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടുള്ളൊരു ഷോ. അപ്പോൾ ഒരിക്കലും അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ബലിപ്പെരുന്നാളിൻ്റെ സമയമാണ്, ഒരു പണിയൂ, ബഷീർക്ക് ഫ്രീ ആണെങ്കിൽ ഒന്ന് സ്റ്റുഡിയോയിലേക്ക് വന്ന് നമുക്ക് പെട്ടെന്നൊരു ലൈവ് ചെയ്യാമെന്ന് പറഞ്ഞു. ലൈവ് പെരുന്നാളിൻ്റെ ദിവസം അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്കൊരു ലൈവ് പോകാം. അപ്പോൾ അതുവരെ വേറൊരു പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനത് അതിനുവേണ്ടി റെഡിയായി സ്റ്റുഡിയോയിലെത്തി. പരിപാടികളും ഒക്കെ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥിരമായിട്ട് എന്നെ കണ്ട് പരിചയമുള്ള കുറച്ച് മുഖങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്നെ കണ്ടതുകൊണ്ട് പലരും TV ഓൺ ചെയ്ത് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ കുറച്ച് കസിൻസ് ഉണ്ട് അവിടെ. അപ്പോൾ TV കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മായിയുടെ മകളുടെ മകൻ അവൻ TV വെച്ചപ്പോൾ ഞാൻ നിന്ന് അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെയുള്ള നമ്പറിലേക്ക് അവൻ വിളിച്ചു. ഞാനാണ്, ഇന്ന ആളാണ്. പറയാൻ എന്തൊക്കെയുണ്ട്, എനിക്ക് നമ്മുടെ ബന്ധുത്വം കാണിക്കാൻ പറ്റില്ലല്ലോ, ക്യാമറയിലിരിക്കുമ്പോൾ ബന്ധുത്വം നമുക്ക് വിളമ്പാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ വെച്ച് വീട്ടിൽ. അപ്പം എനിക്കറിയാം ഇതാരാ വിളിക്കും. ഞാൻ പറഞ്ഞു ഉമ്മ എവിടെ, മോനെ എവിടെ? ഉമ്മ അടുക്കളയിൽ ജോലിയിലാണ്. കൊടുക്കണോ എന്ന് ചോദിച്ചു. എന്നാൽ കൊടുക്കൂ എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ്, ഒരു 10 മിനിറ്റ് അല്ല, ഒരു 5-6 സെക്കൻഡ് ഞാനിങ്ങനെ വിശേഷങ്ങൾ പറയണം. ഒരു പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ, വീട്ടിൽ സദ്യ ഉണ്ടാക്കുകയായിരിക്കും, അങ്ങനെയായിരിക്കും. കൂട്ടുകൾ, വീട്ടിലുള്ള എല്ലാവരും തിരക്കിലായിരിക്കും, ഉമ്മമാർ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ഏതായാലും ഫോണിൽ സംസാരിക്കാം എന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരു ശബ്ദം, ബഷീറാണടാ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ ബഷീറാണ്. ഉമ്മറാമടവൻ ബഷീർ? അതെ. ചാനലിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എടാ മായൻകുട്ടിയുടെ കൂടെ ബൈക്കിൽ പോകുമ്പോൾ ഉമ്മ ബൈക്കിൽ നിന്ന് വീണെന്ന് പറഞ്ഞാൽ ശരിയാണോ? സ്റ്റിച്ച് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എങ്ങും തൊടാതെ വളരെ ശൈലീകൃതമായിട്ട് അത് മേക്കപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിച്ച്. നീ ഇപ്പം എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഇപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്, LG വിഷനിലുണ്ട്. എടാ നീ ഇതിലെ പോകുമ്പോൾ ഒന്ന് കയറി ചക്ക എടുത്ത് വെച്ചിട്ട്. അങ്ങനെ ആ ഷോ കഴിഞ്ഞ് അവിടെ കയറി അയത്താടെ വീട്ടിൽ കയറി ചക്കയൊക്കെ എടുത്ത് പോയി. പെരുന്നാൾ ലൈവ് ചെയ്തതാണ്, അപ്രതീക്ഷിതമായിട്ട്. അങ്ങനെ ഒരു പരിചയം, ആൾക്കാരായിട്ട് ഒരു പരിചയം ഉണ്ടാക്കി നമ്മളോട് എന്ത് വേണമെങ്കിലും പറയാവുന്ന രീതിയിലേക്ക് നമ്മുടെ മുഖം പാകപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ചാനലിൽ വന്നപ്പോൾ കിട്ടിയൊരു ഗുണം. പെട്ടെന്ന് ബലിപ്പെരുന്നാൾ ഓർത്തപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചാണ് ഓർമ്മ വരുന്നത്. ചെറുപ്പത്തിലെ പെരുന്നാളപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് ഈ കൂട്ടുകാരോട് അടിച്ചു പൊളിച്ച് നടക്കുക, അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കാരം, അതിനുശേഷമുള്ള ഭക്ഷണം, അവിടെ ഒരു ബലിയെറുക്കൽ, അതൊക്കെ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കൗതുകവും അമ്പരപ്പും ഒക്കെ ഉണ്ട്. ഇന്ന് വലിയ ആളായിപ്പോൾ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. സ്വാഭാവികമായിട്ടുള്ള ഒരു വളർച്ചയുടെ വലിപ്പമുണ്ട്. അല്ലാണ്ട് ആള് ഭയങ്കര സംഭവം എന്നുള്ള അർത്ഥത്തിൽ തെറ്റിദ്ധരിക്കുക, കമന്റ് വരരുത് അതിൻ്റെ അടിയിൽ. ആ അർത്ഥത്തിലല്ല. സ്വാഭാവികമായിട്ടുള്ള വളർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. കുറച്ചും ഡിജിറ്റലായി എല്ലാവരും. അതൊക്കെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന കൂടൽ എന്ന സിനിമ, ബിബിൻ ജോർജ് നായകനായിട്ടുള്ള, അതിൽ എനിക്ക് തോന്നുന്നു അത് 1 മില്യൺ കഴിഞ്ഞു. ഏതാണ്ട് 5-6 ദിവസം കൊണ്ടാണ് 1 മില്യൺ വ്യൂസ് ആ പാട്ടിൽ കിട്ടിയത്. ആ പാട്ടിൻ്റെ വരികളിലെ ഇതിൽ ബഷീർക്കുണ്ട്. എങ്ങനെ അവിടെ എത്തിപ്പെട്ടതെന്ന് പറയാമോ? പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ നിന്നും ചെറിയൊരു ചേഞ്ച് സംഭവിച്ചതാണ് കൂടൽ എന്ന് പറയുന്ന സിനിമ. എൻ്റെ പ്രിയ സുഹൃത്ത് ഷിബു പുലർക്കാഴ്ച ആണ് എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു. ഷിബു കുറച്ച് വരികൾ എഴുതി തുടങ്ങിക്കൊണ്ട് എന്നെ അതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ചത് എഴുതുകയും അതിൻ്റെ സംഗീത സംവിധായം വിളിച്ച് പറഞ്ഞപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താൻ നമ്മുടെ ഈ സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയ ഒരു ബിബിൻ ജോർജ് തന്നെയാണ് ആ പാട്ട് പാടിയിരിക്കണത്. അതിൽ ആക്ട് ചെയ്യുന്നതും ബിബിൻ ജോർജ് തന്നെ. ആ പാട്ടിന്റെ രണ്ടുപേരും അന്തിമുല്ല പൂത്തേ എന്നാണ് തുടങ്ങുന്നത്. പറഞ്ഞപ്പോഴത്തേക്കും പാട്ട് പാടി അന്തിമുല്ല പൂത്തേ എന്ന് തുടങ്ങുന്നതാണ്. അത് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് എഴുതിയത്. ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയ ബിബിൻ ജോർജ് ഗംഭീരമായിട്ട് അത് പാടിയിട്ടുണ്ട്. അത് എടുത്ത് പറയണം. ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ നമ്മളത് എടുത്ത് പറയേണ്ടതാണ്. ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. നല്ല പാട്ടാണ്. നല്ല വരികളുമാണ്. അതെ അതെ, നല്ല വരികളുമാണ്. അതിനനുസരിച്ചിട്ടുള്ള വിഷ്വലും നല്ല മനോഹരമായിട്ടാണ് അതിൽ ചെയ്തേക്കുന്നത്. ഒരു കൂട്ടായ്മയുടെ ഒരു ചിത്രമാണ്. പെരുന്നാളിന്റെ ഒരു ഗിഫ്റ്റ് ആയിരിക്കും അത്. അതെ, തീർച്ചയായിട്ടും പെരുന്നാളിന്റെ ഒരു ഗിഫ്റ്റാണത്. ഒരു കൂട്ടായ്മ, ഒരു കൂടൽ, ഒത്തുചേരൽ, ആ അർത്ഥത്തിൽ വരുന്ന ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ്
പെരുന്നാളിന്. എന്താണെങ്കിലും ബഷീർ ഖാൻ നമുക്കൊരു പാട്ടും കൂടി കേൾക്കാം. യാ ഇലാഹി എന്നെ നീ പടച്ചുവല്ലോ, ഏറെ യാതന സഹിക്കുവാൻ വിധിച്ചുവല്ലോ. യാ ഇലാഹി എന്നെ നീ പടച്ചുവല്ലോ, ഏറെ യാതന സഹിക്കുവാൻ വിധിച്ചുവല്ലോ. ഞാൻ പറഞ്ഞിട്ടല്ല നീ പടച്ചതെന്നെ, ഇപ്പോൾ ഞാവൽ മരപ്പക്ഷി പോൽ കരച്ചിൽ തന്നെ. ഞാൻ പറഞ്ഞിട്ടല്ല നീ പടച്ചതെന്നെ, ഇപ്പോൾ ഞാവൽ മരപ്പക്ഷി പോൽ കരച്ചിൽ തന്നെ. യാ ഇലാഹി എന്നെ നീ പടച്ചുവല്ലോ, ഏറെ യാതന സഹിക്കുവാൻ വിധിച്ചുവല്ലോ. ഭയങ്കര ഫീൽ ചെയ്തു. എം കുഞ്ഞി മൂസക്കാട് പാട്ടുകളിൽ പ്രിയപ്പെട്ട ഒരു പാട്ടാണത്. ഇത് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ഒരു കാസറ്റിലുള്ള ഒരു പാട്ടാണ്. ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. നല്ല ഫീലും ഉണ്ടായിരുന്നു പാട്ട് പാടിയപ്പോൾ. അതെ അതെ. എന്താണെങ്കിലും ബഷീർ ഖാൻ ഒരുപാട് മാപ്പിള പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബഷീർ ഖാൻ മാപ്പിളപ്പാട്ട് മാത്രമല്ല, ഹിന്ദു ഡിവോഷൻ സോങ്സ്, ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സ് ഒക്കെ ഒരുപാട് പാടുന്നുണ്ട്. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് പോകാൻ വൈകി ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുകയാണ്. അപ്പം പുള്ളി ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ നല്ലത് തന്നെയെന്ന് പറഞ്ഞു. അതായത് എന്തൊരു സ്ഥലത്തിൻ്റെ പേരുണ്ട്, അവിടെയല്ലേ വീടെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഇതല്ല എന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇത് തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ പിന്നെയും പുള്ളി പറയാണ്, ഇത് ഇവിടെ ഇന്നലെ അവിടെ വന്ന പുള്ളി. ഞാൻ പറഞ്ഞു അതല്ല എന്ന് പറയണം. പുള്ളി വേഗം ഇതിർത്തിട്ട് ഞാൻ യൂട്യൂബിൽ കാണിച്ചു കൊടുത്തു പാട്ട്, ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആയിരുന്നു. അപ്പോൾ പുള്ളി വേഗം കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളവര്. അതിന്റെ പേരെന്താന്ന് വെച്ചാൽ ബഷീർ. ആ പറഞ്ഞു എനിക്ക് എൻ്റെ അടുത്തുള്ള ഒരാളെ പോലെയാണ് ഫീൽ ചെയ്തതെന്ന്. അതാണ് നമ്മൾ കണ്ട് ചിലപ്പോൾ പരിചയം ഉണ്ടാവും. ഈ ആളെ നല്ല പരിചയം ഉണ്ടെന്ന് അവർക്ക് അറിയുകയും ചെയ്യും. പക്ഷെ പലപ്പോഴും ആ സ്ഥലത്തേക്ക് ചിലപ്പോൾ എത്താൻ പറ്റില്ല. ഞാനിങ്ങനെ ഈ ഇബ്രു പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് തിരുത്തി കൊടുക്കാറുണ്ട്. ഞാൻ ഇന്ന ആളാണ്, അതാണ് എനിക്ക് നല്ല പരിചയം ഉണ്ടെന്ന് പറയും. ഇങ്ങനെ ഇത് എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവമാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പൊ പുള്ളിയുടെ ആ എക്സ്പ്രഷൻ ആയിരുന്നു. കാരണം ബിജു എന്നാണ് ഹോട്ടലിൽ ബിജു എന്ന് പുള്ളിയുടെ പേര്. പുള്ളി അത് ഭയങ്കര ഇഷ്ടം. പുള്ളി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടും കട തുറക്കാൻ നേരത്ത് ഈ പാട്ട് ഇടുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മൾ അറിയുന്നില്ലല്ലോ, നമ്മൾ പാടിയേക്കണ പാട്ടുകൾ ഒരുപാട് പേര് നെഞ്ചിലേറ്റി. അത് ആരാണ് പാടിയേക്കണേന്ന് പോലും ശ്രദ്ധിക്കാതെ ആ പാട്ടിലൂടെയാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൊറോണയും പ്രളയവും ഒക്കെ വന്നൊരു സമയത്ത് ഈ ക്രിസ്ത്യൻ ഡിവോഷണൽസിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കൂട്ടായ്മയിൽ ചില അച്ഛന്മാരും അല്ലെങ്കിൽ കന്യാസ്ത്രീകളും സിസ്റ്റേഴ്സും അങ്ങനെയുള്ള ക്രിസ്ത്യൻ കൂട്ടായ്മകളിൽ ഈ പ്രളയ സമയത്ത് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പാട്ട് ഭയങ്കരമായിട്ട് വൈറലായ ഒരു പാട്ടുണ്ട്. അത് ഷാജി തുമ്പേച്ചിലച്ചൻ്റെ പാട്ടാണ്. ഞാനാണ് പാടിയെന്ന് പലർക്കും അറിയില്ല. യൂതന്മാരുടെ രാജാവായ നസ്രായനാമീശോയേ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാൻ, പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാൻ. ഈ പാട്ട് ഇതുപോലെ മൊത്തം എത്ര പാട്ട് പാടിയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ? കുറച്ച് പാടിയിട്ടുണ്ട്, അത്ര അധികമൊന്നുമില്ല. ഒരുപാട് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ഇപ്പൊ കിടന്നങ്ങ് സെർച്ച് ചെയ്യാൻ തുടങ്ങും. അത്യാവശ്യം കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും അത്യാവശ്യം പാടിയിട്ടുണ്ട്. എന്തായാലും ബഷീർ ഖാൻ പട്ടുറുമാലിലൂടെ വന്നപ്പോൾ തന്നെയാണ് ആളുകൾ തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞു. അതെ അതെ അതെ. അതിന് മുമ്പ് മുതൽ പാട്ട് പാടും, ഒരുപാട് സ്റ്റേജ് ഷോകളിലൊക്കെ പാട്ട് പാടിയെടുക്കും. ഈ പട്ടുറുമാലിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവം അതിന് മുമ്പ് പാടിയ ഒരു അനുഭവം തമ്മിലൊന്ന് വിലയിരുത്താമോ? ഈ പട്ടുറുമാലിൽ ഇപ്പോൾ ഇബ്രു പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്, ഈ തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു സംഭവം, തിരിച്ചറിയപ്പെടുക എന്നുള്ളത്. ഞാൻ ഈ പട്ടുറുമാലിൻ്റെ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് മത്സരമാണ് ഇതെന്നുള്ളൊരു ഇത്
18 പ്രൊഫഷണൽ സിംഗേഴ്സിനെ വെച്ചിട്ട് മത്സരിക്കുകയാണെന്നുള്ളൊരു സംഭവം വന്നു. അപ്പോൾ അന്ന് നമ്മുടെ അടുത്ത ഫ്രണ്ട്സൊക്കെയാണ് അന്നുണ്ടായിരുന്ന പാട്ടിൻ്റെ ലിസ്റ്റിൽ അവരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എസ്റ്റാബ്ലിഷ് ആയ സിംഗേഴ്സ് ആയിരുന്നു. അപ്പോൾ മത്സരത്തിൻ്റെ ഒരു സംഭവമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും അതിൽ നിന്ന് മാറി. അപ്പോൾ ഞാനും ഇങ്ങനെ പണിപ്പോൾ ആളുമല്ല ഇത് പ്രശ്നമാവുമല്ല എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് കുറേ നേരം ഇങ്ങനെ ആലോചിച്ച്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നസീഫ് എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആങ്കർ അറിയാൻ പറ്റും നസീഫിനോട് ഞാനിങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, ഇങ്ങനെ കൈരളി ടിവിയുടെ ഒരു മത്സരമാണ്. മത്സരം എന്ത് മത്സരം? മാപ്പിളപ്പാട്ടിൻ്റെ മത്സരം. അതെന്ത് മത്സരം? ഞാൻ ഇങ്ങനെ സംഭവം 10-12 പാട്ടുകാരുണ്ട്, വെറുതെ ചേട്ടാ അതിലൊന്നും പോയി വെറുതെ വാല് വെച്ചു തോറ്റുക ഭയങ്കര ബോറല്ലേ? നിങ്ങളറിയപ്പെടുന്ന ഒരു പാട്ടുകാരനല്ലേ, നിങ്ങളതിലൊക്കെ പോയി വെറുതെ മാറി വെറുതെ വേണ്ട വൃത്തിയുണ്ടാക്കരുത്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു ആ 18 പാട്ടുകാരിൽ നിന്ന് ഒഴിഞ്ഞുപോയ ഒരുപാട് പേരുടെ കൂട്ടത്തിൽ ഞാനും ഇല്ല എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് തിരിച്ചു കഴിഞ്ഞിട്ട് അവൻ ചോദിച്ചൊരു സംഭവമുണ്ട്, ബഷീർക്ക് എത്ര വർഷമായി പാടണം? ഞാനൊരു 10-25 കൊല്ലമായി. നിങ്ങൾ എത്ര പേര് തിരിച്ചറിയും? ഞാൻ പറഞ്ഞു എന്നെ അത്രയധികം പേരൊന്നുമല്ല, വളരെ അടുത്ത കുറച്ച്. അങ്ങനെ അത് പറ്റില്ല. ആ പരിപാടിയിൽ പോയിട്ട് പാടിയിട്ട് തോറ്റുപോയ ആളല്ലേ ആ പോണത്, അങ്ങനെയെങ്കിലും നിങ്ങളെ ജനം കണ്ട് തിരിച്ചറിയട്ടെ എന്ന്. അന്ന് അവൻ പറഞ്ഞൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരിച്ചറിയപ്പെടുക എന്നുള്ളതാണ് കലാകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇബ്രു പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ESP എന്ന് പറയുന്ന ഈ ഒരു മീഡിയയിലൂടെ എൻ്റെ ശബ്ദമല്ലല്ലോ, എന്നെ കാണുകയും കൂടി ചെയ്യില്ല. അപ്പോൾ കാണാനും കൂടി ഉള്ളതാണ് മീഡിയ, ഇപ്പോഴത്തെ വിഷ്വൽ മീഡിയ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയത് നസീഫാണ്. പണ്ട് റേഡിയോ നാടകത്തിൽ നമ്മുടെ ശബ്ദങ്ങളിലൂടെ നമ്മൾ അമ്പരപ്പിച്ച TP രാധാമണി പോലുള്ള എത്രയോ പേരുണ്ട്. അവരുടെ ശബ്ദങ്ങൾ മാത്രം അപ്പോൾ നമ്മൾ തിരിച്ചറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് അങ്ങനെ വന്നു. പട്ടുറുമാൽ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ല. ആ സമയത്താണ് നമ്മൾ ചാനലിലൂടെയാണ് ബഷീർക്കാട്. അതാണ് നേരത്തെ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് പറയുന്നത് കേസ്. പക്ഷെ ഈ പട്ടുറുമാലില് വന്ന് അതില് പാടി വിജയിച്ചു വന്നു, അതിന്റെ വിധികർത്താവായിട്ട് വന്നു. അതല്ല ഞാൻ ശരിക്കും അതിൻ്റെ ഒരു ഗ്രൂമറായിരുന്നു. ഞാനൊരു 10-11 സീസണോളം കൈരളിയിൽ തന്നെയാണ്. ഇപ്പോഴും സജീവമായിട്ട് കൈരളിയുടെ പട്ടുറുമാല് ഇനി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ കുടുംബത്ത് തന്നെ ഉണ്ട്. മറിച്ചും തിരിച്ചും പട്ടുറുമാലിലുണ്ടായിരുന്നു, പല രൂപത്തിലും പല ഭാവത്തിലും. അപ്പൊ തോറ്റുപോയ ആളാണ് ആ പോണേന്ന് പറഞ്ഞ ആളാണ് ഇപ്പോഴും സജീവമായിട്ട്. അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള. പിന്നെ തീർച്ചയായിട്ടും ഈ തിരിച്ചറിയപ്പെടുക എന്നുള്ള സംഭവം ആ ചാനലിൽ വന്നതിന് ശേഷമാണ് നമ്മൾ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇപ്പം ഈ ഒരു മീഡിയയിൽ ഇപ്പം ഈ ഒരു ചാനലിൽ വന്ന് ഇരിക്കാൻ തന്നെ കാരണം ഒരുപക്ഷെ പട്ടുറുമാലാണെന്ന് പറയാം. രണ്ട് പ്രശ്നങ്ങൾ കൂടി ഉണ്ട് അതിൽ. ഈ പട്ടുറുമാല് എന്നുള്ളത് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഷോ ആയതുകൊണ്ട് ഇയാൾ മാപ്പിളപ്പാട്ട് മാത്രമേ പാടൂ എന്നൊരു സംഭവം കൂടി ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ ജൂതന്മാരുടെ രാജാവ് ഒന്ന് പാടിത്തന്നത്. ഇത്തരത്തിലുള്ള പാട്ടുകളും നമ്മൾ പാടിയിട്ടുണ്ട് എന്ന്. പിന്നെ ആ ഒരു മീഡിയയിൽ വന്ന് അതങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ പാടിപ്പോയി. എന്നാലും പല സ്ഥലങ്ങളിലും നമ്മൾ പ്രോഗ്രാമിനൊക്കെ ചെല്ലുമ്പോൾ ഒരു കാറ്റഗറൈസേഷൻ സംഭവിക്കുന്നുണ്ട്. ഇത് പട്ടുറുമാലല്ലേ പാടുന്നത്. അപ്പോൾ ഞാനൊരു സ്വലാളി പട്ടുറുമാല അതെന്ത് പാട്ട്? അല്ല മാപ്പിളപ്പാട്ടല്ലേ. അപ്പം അതിന് പട്ടുറുമാല എന്നാ പറഞ്ഞ ഞാൻ പറഞ്ഞു കൊള്ളാം. നമ്മളായിട്ട് ഇടപെട്ട ഒരു സംഭവത്തിന് പട്ടുറുമാല എന്നുള്ളൊരു പേരോടുകൂടി മാപ്പിളപ്പാട്ട് ബ്രാൻഡ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. എന്നാലും ചില സമയത്ത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് ഫാമിലി ഉണ്ട്, നിഷാദ് സുൽത്താൻ, അറിയാം, നിഷാദും സജ്ജനയും. ഇവരുടെ പ്രോഗ്രാംസിന് ഞാൻ പോകുന്നുണ്ട്. മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണത്. പാട്ടുകളൊക്കെയാണ് അവർ എസ്റ്റാബ്ലിഷ് ആയത്. പക്ഷെ അതിൻ്റെ അകത്ത് ഒറ്റ മാപ്പിളപ്പാട്ട് പാടുന്നില്ല. മാപ്പിളപ്പാട്ട് നമ്മൾ പാടുന്നില്ല. അതിനകത്ത് കംപ്ലീറ്റ് ഫിലിം സോങ്സും ക്ലാസിക്കലും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം മാപ്പിളപ്പാട്ടുകൾ അവരാവശ്യപ്പെട്ടാൽ മാത്രം പാടും. പട്ടുറുമാല എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ വന്നിട്ട് എത്ര രാജ്യങ്ങളിൽ പോകാൻ പറ്റി? കുറേ സ്ഥലങ്ങളിൽ, ഗൾഫ് കൺട്രീസ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാമിലും പോയി. എനിക്ക് തോന്നുന്നു OU ബഷീർ നയിക്കുന്ന ഗാനമേള, OU ബഷീർ നയിക്കുന്ന, അങ്ങനെ ഒരുപാട് സ്ഥലത്ത്. അതിലൊക്കെ ഈ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, പട്ടുറുമാൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടാക്കി മാപ്പിളപ്പാട്ടിന് കൊണ്ടുവന്നു പറഞ്ഞു. ശരിക്കും ഈ സ്റ്റേജ് ഷോകളിലേക്ക് പോസ്റ്ററുകളിലൊക്കെ കാണാൻ പറ്റും പട്ടുറുമാൽ എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വരുന്നത്. അതെനിക്ക് തോന്നുന്നത് കൈരളി ചാനലിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വേരിയൻസ്, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതിന് ശേഷമുള്ള ഒരുപാട് പട്ടുറുമാല് ബേസ് ചെയ്തിട്ടുള്ള വേറെ ഒരുപാട് ഷോസ് ഉണ്ടായിരുന്നു. കുട്ടിപ്പട്ടുറുമാല അത്തരത്തിലുള്ള ഒരു വെറൈറ്റി പട്ടുറുമാല് വരാനുണ്ട്. ചിലപ്പോൾ ഒരു പെൺ പട്ടുറുമാല് കയറി വരും.
പെണ്ണുങ്ങൾ മാത്രമുള്ള കാണാൻ തമാശയല്ലല്ലോ, അല്ല സീരിയസ്ലി ഞാൻ ചോദിച്ചപ്പോ തന്നെ വേഗം പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞാണ്. ഈ പട്ടുറുമാല് ചേർത്ത് എന്ത് വിട്ടാലും അത് കറക്റ്റായിട്ട് കൃത്യമായി കൊള്ളും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വരട്ടെ. അത് പെൺ പട്ടുറുമാൽ ചിലപ്പോൾ വലിയൊരു വെറൈറ്റി ആണ് എനിക്ക് തോന്നുന്നുണ്ട്, പെൺ പട്ടുറുമാൽ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ശരിക്കും അത് പബ്ലിസിറ്റി ചെയ്തോ? ഇല്ല, അവർ അതിനുള്ള ആലോചനകളൊക്കെ അതിന്റെ പ്രൊഡക്ഷൻ സൈഡുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ എക്സ്ക്ലൂസീവ് ന്യൂസ് കൈരളി ചാനലിൽ പെൺ പട്ടുറുമാൽ വരുന്നതാണ്, ഒയു ബഷീർ അത് പറഞ്ഞിരിക്കുന്നു. എല്ലാവരും ഇതേ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ഇവിടെ. അപ്പൊ എന്താണെങ്കിലും ഇതൊരു എക്സ്ക്ലൂസീവ് ആയിക്കോട്ടെ. എന്താണ് പിന്നെ എനിക്ക് ബഷീർ ഖാനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ബഷീർക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിൽ പാട്ട് പാടിയിട്ടുണ്ട്. എത്ര സിനിമയിൽ പാടാൻ പറ്റിയിട്ടുണ്ട്? ഞാനൊരു 10-12 സിനിമയിൽ പാടിയിട്ടുണ്ട്. അധികം സിനിമകളിലൊന്നുമില്ല. പക്ഷേ ഈ ഇവർ ചോദിച്ച അഭിനയിച്ചത് അത് കിസാൻ എന്ന് പേരുള്ള ഒരു സിനിമയാണ്. കിസാൻ, അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മണിച്ചേട്ടനോടൊപ്പം ആണ് ആ ഒരു സീൻ ചെയ്തത്. അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ജനറേഷനിലുള്ള പാട്ടുകാരിൽ അധികം പേർക്ക് കിട്ടാത്ത ഒരു മ്യൂസിക് ഡയറക്ടറുടെ പാട്ട് പാടി എന്നുള്ളതാണ് ഞാൻ. എസ്റ്റാബ്ലിഷ് ആയ വലിയ വലിയ പാട്ടുകാർ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിയിട്ടുള്ളൂ. ജോൺസൺ മാസ്റ്ററിൻ്റെ ഒരു പാട്ടാണ് അതിൽ പാടിയത്. അത് പുതിയ പാട്ടുകാർക്ക് എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അത് കിട്ടി. അതിൽ അഭിനയിക്കുകയും ചെയ്തു. അതൊരു ഫുട്ബോളിന്റെ പശ്ചാത്തലത്തിലുള്ളൊരു. ബഷീർ ഖാൻ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ് നമ്മള്. ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഇവരും ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞേ, ഞാനത് പാടാം. കോഴിക്കോട്ടും പെണ്ണ്. അതൊരു നാടകത്തിലെ പാട്ടാണ്. അത് ശ്രീമൂലനഗരം വിജയൻ, ശ്രീമൂലനഗരം ജോസഫ്, ഇങ്ങനെ രണ്ടുപേരാണ് അതിൻ്റെ പിന്നിലുള്ളത്. പിന്നീട് ആ പാട്ടിൻ്റെ നാടകങ്ങളിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ആ പാട്ടിൻ്റെ പോപ്പുലാരിറ്റി കണ്ടതിന് ശേഷം KG സത്താർക്ക് ആ പാട്ട് ഒരു ആൽബം പോലെ ചെയ്തു. കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് ഞമ്മള് പെണ്ണിനെ കണ്ട്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, കൊച്ചിയിലെങ്ങും പെണ്ണില്ല, കോഴിക്കോട്ടും പെണ്ണില്ല, കൊയിലാണ്ടി ചെന്ന് ഞമ്മള് പെണ്ണിനെ കണ്ട്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്, വയനാടൻ മഞ്ഞൾ പോലൊരു സുന്ദരി പെണ്ണ്. അത് ഒരിക്കൽ ഇത് പാടുമ്പോൾ ഒരാളെൻ്റെ അടുത്ത് വന്നു, ബഷീർ ഈ പാട്ടിന് പിന്നീട് വേറൊരു സംഭവം കൂടിയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, കൊച്ചിയിലെങ്ങും പെണ്ണില്ലാണ്ട്, കോഴിക്കോട്ടും പെണ്ണില്ലാണ്ട്, ഇവിടെയൊന്നും പെണ്ണുങ്ങളില്ലാഞ്ഞിട്ട് ഞാൻ കൊയിലാണ്ടി പോയി പെണ്ണ് കണ്ടു എന്ന്. എനിക്ക് പറ്റിയ പെണ്ണ് ഈ സ്ഥലങ്ങളിലൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ പെണ്ണില്ല എന്നുള്ള അർത്ഥം, കോഴിക്കോട്ടും പെണ്ണില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും പെണ്ണുങ്ങളില്ല എന്നുള്ള അർത്ഥത്തില്ല, അവിടെ എനിക്ക് പറ്റിയ പെണ്ണില്ല എന്നിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി പെണ്ണ് കണ്ടു എന്നാണ്. അങ്ങനെയും കൂടി ഉണ്ടെന്ന് അതിന്റെ. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചില പാട്ടുകളിൽ സമൂലമായിട്ടുള്ള ഈ പരിവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ. പ്രാദേശികമായിട്ട് ഇപ്പോൾ പുന്നയൂർക്കുളം ബാപ്പുക്കാടെ പേരിൽ ഈ പാട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം എഴുതിയതാണെന്നുള്ള രീതിയിലും അങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീമൂലനഗരം വിജയൻ ചേട്ടൻ്റെ പേരും ജോസഫ് സാറിൻ്റെ പേരിലും ഈ ഒരു പാട്ടിൻ്റെ ക്രെഡിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാനൊന്ന് ഈ സാന്ദർഭിക വശാലൊന്നും ഓർത്തുന്നുള്ളൂ. ബഷീർ ഖാക്ക് ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ശരിക്കും ബഷീർ ഖാ ചെറുപ്പത്തിലേ മുതൽ പാട്ട് പാടുന്ന ഒരാളാണ്. ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഒരാഗ്രഹം, എന്തെങ്കിലും ഇനി എത്തണം എന്നുള്ള ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉള്ളിൽ? ഇന്ന ആളുടെ കൂടെ പാടണമെന്നോ, അല്ലെങ്കിൽ ഇന്ന ആളുടെ മ്യൂസിക്കിൽ പാടണമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം, ഒരു അംബീഷൻ പോലെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ അങ്ങനെ ഒരു സംഭവം. ഇത്രയും വന്നിട്ടാണെങ്കിലും എത്തിപ്പെടാത്ത എവിടെയെങ്കിലും ഒരു സംഭവം കിടക്കുക. അല്ല, കുറച്ച് ഈ നല്ല പാട്ടുകൾ പാടണം എന്ന്, അത് പ്രത്യേകിച്ച് ചിത്രങ്ങളിൽ, സിനിമകളിലൊക്കെ. ഇപ്പോൾ സിനിമാ സംഗീതത്തിൻ്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു സമയം കൂടിയാണത്. ഒരിടക്ക് സിനിമാ സംഗീതം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് കാലഹരണപ്പെട്ടു ഈ സിനിമാ സംഗീതം. പിന്നീട് ഇപ്പോൾ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ സിനിമാ സംഗീതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ എന്തെങ്കിലും നല്ലൊരു പാട്ട് പാടണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. എത്ര പേരുടെ കൂടെ പാടാൻ പറ്റിയിട്ടുണ്ട്? കാസറ്റോ അല്ലെങ്കിൽ ലൈവ് ഒരുപാട് പേരുടെ കൂടെ പാടിയിട്ടുണ്ട്. ചിത്ര ചേച്ചിയുടെ കൂടെ പാടിയിട്ടുണ്ട്, ജാനകിയമ്മയുടെ കൂടെ പാടിയിട്ടുണ്ട്.
ജാനമ്മയുടെ കൂടെ അഖില നീലാകാശം പാടിയിട്ടുണ്ട്, ചിത്ര ചേച്ചിയുടെ കൂടെ പാടിയിട്ടുണ്ട്, മരിച്ച രാധികത്തിൽ രാജലക്ഷ്മി, MG ശ്രീമാൻ സാറ്, മാർക്കോസ് ചേട്ടൻ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും, ബിജു, മധു, എല്ലാവരുടെ കൂടെ പാടിയിട്ടുണ്ട്. ഞാൻ എന്തിനപ്പോൾ അത് ചോദിച്ചെന്ന് പറയാം, നേരത്തെ പറയാം എന്നെ ചില്ലറ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞൊന്ന് ഒതുങ്ങി കൂടാൻ നോക്കിയില്ലേ. അപ്പം അതൊന്ന് പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അങ്ങനെ ചില്ലറ ഒരാളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു സുൽത്താൻ എന്ന് തന്നെ എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം OU ബഷീർ എന്ന് പറയുന്ന ഈ ഒരു കലാകാരനെ. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദു ഡിവോഷണൽ സോങ്സ്, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ്, അതുപോലെയുള്ള ഒരു സ്റ്റേജ് ഷോയിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ എനിക്ക് തോന്നുന്നു മറ്റേ മോഹൻലാലിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, വേൽമുരുക പാടി, അതുപോലെ അടിപൊളി പാട്ടുകളൊക്കെ പാടിയേക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ടെസ്റ്റ് അടിക്കാനാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടും. അതൊക്കെ എന്താ പക്ക പ്രൊഫഷണൽ. ഈ കഴിഞ്ഞ ദിവസം പാടിയ ജോണി വാക്കറിലെ പാട്ട് രണ്ടാമത് പാടിപ്പിച്ചു. അതെ, ശാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ, ശാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ, കൊമ്പെട് തും തതും 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 കുറുങ്കുഴൽ കൊട് തും തതും 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 തതും, തപ്പെട് തും തതും തതും തതും, തകിൽ പുറങ്കൊട് തും തതും 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 തതും, തകരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ, ശാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ, ശാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ഈ പാട്ട് ശരിക്കും അവർ ആദ്യം വന്നിട്ട് അവർ രണ്ടാമത് ഒന്നുകൂടി പാടണമെന്ന് പറഞ്ഞപ്പോൾ എന്താ തോന്നിയത്? തെറ്റിപ്പോയിട്ട് രണ്ടാമത് പാടിയാണെന്ന് പറയാം. എന്തായിരുന്നു അപ്പം ഉണ്ടായ ഒരു ഫീൽ? എന്തായിരുന്നു ഒരു പാട്ട് പാടിയിട്ട് വീണ്ടും അവർക്ക് അത് ആഗ്രഹം കൊണ്ട് വന്ന് പറയുമ്പോൾ ഉണ്ടാവും? അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാലഹരണപ്പെട്ട ഒരു സിനിമാ സംഗീതത്തിന്റെ ഒരു സംഭവം കിടക്കുന്നുണ്ട് നമ്മൾ. തുടരും എന്ന് പറഞ്ഞ സിനിമയില് രണ്ടാമത് ഈ ചിത്രത്തില് ഈ ഒരു പാട്ട് വന്നപ്പോൾ പഴയ പാട്ടുകളെ ആ വേവ് ലെങ്ത്തിൽ ആസ്വദിക്കാനുള്ള ഓഡിയൻസാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് രണ്ടാമത് ഏതോ ഒരു ചിത്രത്തിൽ പൂമാനമേ വന്നപ്പോഴും അത് ഇഷ്ടം. മാർക്കോസ് ചേട്ടൻ നമ്മുടെ ഈ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു, ആ പാട്ടിനെ കുറിച്ച് അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ പാട്ടുകളുടെ ഒരു വലിയ നീണ്ട നിര പുതിയ സിനിമകളിൽ വരാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഊഷരമായിട്ടുള്ള സംഗീതത്തിന്റെ ഏറ്റവും സമ്പന്നമായ ഒരു സംസ്കാരത്തിന്റെ ഒരു കാലയളവിൽ ഉണ്ടാക്കിയ കുറേ പാട്ടുകൾ ഇനി പുതിയ ചിത്രങ്ങൾ വരാനുണ്ട്. പുതിയ ചിത്രങ്ങളുടെ വിജയത്തിന്റെ സാധ്യത ഒരു പക്ഷേ ഒരു 100% വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പാട്ടുകൾക്ക് സാധിക്കും എന്നുള്ളതും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരു പുതിയ പാട്ട് ഉണ്ടാക്കിയാൽ പോരായിരുന്നു. ശരിയാണ് അല്ലേ? അപ്പോൾ പഴയ പാട്ടുകൾക്ക് ഇപ്പോഴും ആ മൂല്യം കിടക്കുന്നുണ്ട്. ബഷീർക്ക് നല്ല തിരക്കിലാണ്. പടത്തിലെ പാട്ട് വന്നു, അതുപോലെ തന്നെ ഷോകൾ വരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ സമയത്താണെങ്കിലും എൻ്റെ അടുത്ത് വന്നു പെരുന്നാളിന്. അപ്പോൾ വീട്ടിലെ സാധാരണ കുടുംബത്തെയൊക്കെ കാണിക്കാറുണ്ട്. തിരക്കായതുകൊണ്ട് ഞാനിപ്പോൾ ഇനി അതിലേക്ക് പോകുന്നില്ല. കുടുംബത്തെ പറ്റി ഒന്ന് പറയാം. എൻ്റെ വീട്ടിൽ വൈഫ്, ഞാൻ, വൈഫിൻ്റെ പേര് സാബിറ, പിന്നെ മകള്, അവൾ ഹന്ന എന്നാണ് അവളുടെ പേര്. അവൾ ഫാഷൻ ഡിസൈനിങ് ഇപ്പോൾ 2nd ഇയറായി സെൻറ്റ് തെരേസസ് കോളേജിൽ എറണാകുളത്ത്. ഇതാണ് ഫാമിലി. മദറുണ്ട്, പിന്നെ ബ്രദേഴ്സൊക്കെ ഉണ്ട് എനിക്ക്. അവരൊക്കെ ചേട്ടന്മാരുടെ വീട്ടിലും അങ്ങനെയാണ്. മദർ ഇടയ്ക്ക് വീട്ടിൽ വരും, അങ്ങനെ പോകും. അപ്പോൾ അതാണ് കുടുംബം. പിന്നെ പുതിയ പ്രൊജക്റ്റുകൾ ഇനി എന്തൊക്കെയാണുള്ളത്? പുതിയ പ്രൊജക്റ്റുകളിൽ ഒരു പ്രതീക്ഷയുള്ള ഒരു പ്രൊജക്റ്റ് കിടക്കുന്നുള്ളത് നമ്മുടെ ബെന്നി പി തോമസിൻ്റെ ഒരു ചിത്രം വൈറ്റ് മാൻ എന്ന് പറയുന്നൊരു സിനിമ. അതിനകത്ത് ഒരു പാട്ട് പാടുന്നു. അത് അഭിനയിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഷിബു കൊണ്ട് അതിൽ ഇപ്പോൾ ഷിബു പിള്ളേർക്ക് അയച്ചിട്ടുള്ള ഒരു സംഗീത സഖ്യം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അങ്ങനെയുള്ള ഒരു പിന്നെ നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ട് നായകനാകുന്ന ഒരു ചിത്രം, ഒരു സാം എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറുടെ ഒരു ചിത്രവും കൂടി വരുന്നുണ്ട്. പാടിയിട്ടുണ്ട്. അപ്പോൾ 2 പടങ്ങളാണ് ഇനി വരാനുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റേജ് ഷോകൾ വരട്ടെ. എല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കട്ടെ. എന്താണെങ്കിലും ബഷീർക്കുള്ള പ്രോഗ്രാമുകളൊക്കെ ഭയങ്കര വൈബാണെന്നാണ് മൊത്തത്തിലുള്ളൊരു സംസാരം. ആകെ നിൽക്കുന്ന 2.5 മണിക്കൂറല്ലേ നമ്മളുടെ പ്രാരാബ്ദവും ദുഃഖവും സങ്കടമൊക്കെ എന്തിനാണ് ഓഡിയൻസിനെ കാണിക്കുന്നത്? നമ്മുടെ ചിരിച്ച മുഖം കാണാനാണ് അവർ വരുന്നത്. അല്ല, ഈ ഓഡിയൻസിന് മാത്രമല്ലല്ലോ, പ്രോഗ്രാമിന് വരുന്നവർക്ക് വരെ ബഷീർക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണെന്നാണ് കേൾക്കാറ്. എൻജോയ് ചെയ്തിട്ടാണ് പാടുന്നത്. അത് ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അത് തന്നെയാണെന്ന് പറയുള്ളൂ. കാരണം ഇപ്പോൾ ബഷീർക്കാരുടെ കൂടെ പ്രോഗ്രാമിന് പോയേക്കണ എല്ലാവരും അത് തന്നെ പറയുള്ളൂ. കാരണം ഭയങ്കര പോസിറ്റീവായിരിക്കും
എന്ന് പറയാറുണ്ട്, ചിരിച്ചുകൊണ്ട് തന്നെ നിന്ന് കോമഡിയൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. ഈ ബലിപെരുന്നാളിന് ESP മീഡിയയുടെ അതിഥിയായി എത്തിയതിൽ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. നമുക്കൊരു പാട്ട് പാടിയിട്ട് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. പ്രിയപ്പെട്ട ESPയുടെ പ്രിയപ്പെട്ട ഓഡിയൻസ്, ഒരുപാട് വ്യൂവേഴ്സുള്ള ഒരു ചാനലാണിത്. ഈ ഒരു പ്രത്യേക ദിവസത്തിൽ വരാൻ സാധിച്ചത് ഒരു സുഹൃതമായിട്ട് ഞാൻ കരുതുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു പ്രത്യേക ദിവസത്തിൽ വരാൻ സാധിച്ചത്, ബലിപെരുന്നാൾ ദിനത്തിൽ വരാൻ സാധിച്ചത് ഒരു വലിയ പുണ്യമായി കരുതിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ബലിപെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച ഇബ്രുവിനൊരു സ്പെഷ്യൽ താങ്ക്സ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. ഒരു പാട്ട് അല്ലേ? പെരുന്നാൾ കുരുവികൾ പാടുന്നു പെരുതായ സന്തോഷത്താലെ, പെരുന്നാൾ കുരുവികൾ പാടുന്നു പെരുതായ സന്തോഷത്താലെ, തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടവർ ബലിപ്പെരുന്നാളിനെ വരവേൽക്കുന്നു. പെരുന്നാൾ കുരുവികൾ പാടുന്നു പെരുതായ സന്തോഷത്താലേ. ഈദ് മുബാറക്. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രു.